ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിക്കനും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് തൈര് ഉണ്ടെങ്കിൽ തൈരും കൂടെ ചേർത്തോളൂ കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് കുഴച്ച് വെക്കണം. അപ്പോൾ ഇത് എന്തിനാണെന്നല്ലയോ, നമ്മൾ ബട്ടർ ചിക്കനാണ് ഗെയ്സ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ അത്യാവശ്യമായിട്ട് വേണ്ട ബട്ടറല്ലേ. അപ്പോൾ കുറച്ച് ബട്ടർ, കുറച്ച് ഏറെ തന്നെ അങ്ങ് ബട്ടർ അങ്ങോട്ട് എടുത്ത് നമ്മളിത് ഒരു അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതെടുത്ത് നമുക്ക് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് വറുത്തെന്ന് പറഞ്ഞാൽ കരിമുനാന്ന് വറക്കണ്ട, അല്ലാതെ ജസ്റ്റ് ഒന്ന് ഒരു 3/4 ഭാഗം വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം. ഈ കാഷ്യൂ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തെ ആ ഒരു തോടോട് കൂടി ഞാൻ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് കേട്ടോ. തോട് അതെടുത്ത് മാറ്റിയപ്പോൾ ആ ഒരു നിറം വന്നതാണ്. എന്നിട്ട് നമ്മൾ ആ വറുത്ത് കോരി ആ ചിക്കൻ പാനിൻ്റെ അകത്തോട്ട് തന്നെ കുറച്ചും കൂടെ ബട്ടർ ഒഴിക്കണം. ബട്ടറാണ് ഇതിൻ്റെ പ്രധാനം. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് ബട്ടർ വേണം കേട്ടോ. എന്നിട്ട് ഈ സായി വെജിറ്റബിൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എല്ലാം ഒരു 3/4 ഭാഗം വഴണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല വീണ്ടും അതൊക്കെ തന്നെ പൊടിയിട്ട് അത് നന്നിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം കാഷ്യൂവിൻ്റെ അകത്തോട്ട് ഇട്ട് അതും കാഷ്യൂവും എല്ലാം കൂടെ നല്ല പേസ്റ്റ് വരെ അരച്ചെടുക്കണം. ചിലവർ ഇത് അരച്ച് അരിക്കാറുണ്ട്, പക്ഷേ ഞാൻ അരിക്കാനെങ്ങും പോയില്ല കേട്ടോ. എന്തിനാ വെറുതെ അരിച്ച് കളയുക, അരിക്കാനെങ്ങും പോയില്ല. അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ടു. അങ്ങനെ ഒരു പാക്കറ്റ് ബട്ടർ തീർന്നു കേട്ടോ ഗൈസ്. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് ബട്ടർ വേണം, അതുകൊണ്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കനും കൂടെ അതിൻ്റെ അകത്തോട്ട് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഈ ഒരു പരുവം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മേട്ടിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് കൊടുക്കും. ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ അറിയില്ല. എനിക്ക് നോക്കാം. ഞാൻ ഇത് ടേസ്റ്റ് നോക്കട്ടെ. ഇച്ചിരി ഉപ്പ് വേണം. ഇച്ചിരി ഉപ്പ്, കുറച്ച് മല്ലിയില, കുറച്ചുകൂടെ ഏറെ ഇടും മല്ലിയില. മല്ലിയില ഇട്ടു. നിങ്ങൾ ഓർക്കലും ഉപ്പിടുന്നതിന് വരെ എന്താ ഇവിടെ മല്ലിയില ഇടുന്നതെന്ന് ഓർക്കലും. മീനോട്ട് റെഡി ആയിട്ട് മല്ലിയിലയും പിടിച്ചുകൊണ്ട് നിൽക്കി വരുന്നത്. അതുകൊണ്ട് മല്ലിയില ഇട്ടതിന് ശേഷമാണ് ഉപ്പിട്ടത്. ഉപ്പിട്ട് അവിടെ സ്കിപ്പായിപ്പോയാണ്. അപ്പോൾ അതെല്ലാം നല്ല സെറ്റായപ്പോഴത്തേക്ക് മീനോട്ടം പറഞ്ഞു ഞാനിന്ന് ബട്ടർ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഒരു ചപ്പാത്തി പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് ചപ്പാത്തി തെറ്റിപ്പോയി, ബട്ടർ ചപ്പാത്തി ഉണ്ടാക്കുവാണ് ഗൈസ്. എന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു അമ്മ റെഡി ആയിട്ടിരുന്നു, ഞാൻ ഉണ്ടാക്കി തരാൻ കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ച് നോക്കി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബട്ടർ ചിക്കൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്കത് വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അതിൻ്റെ ചിക്കൻ്റെ അകത്ത് ചെറിയൊരു രുചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. മീനോട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഈസി ആയിട്ട് വെച്ച് നോക്കുക ഗൈസ്. അടിപൊളിയാണ്. ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടും. എന്നാൽ ഓക്കെ ടാറ്റ. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്ബാക്കണേ.